ഇന്നലെ നമ്മൾ പറിച്ചെടുത്ത അരിനെല്ലിക്ക നമ്മൾ ഉപ്പിലിടാൻ പോവാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊന്ന് കഴുകിയെടുക്കണം. ഈ മുറത്തുനിന്ന് ചെമ്പിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കൊടുക്കാം. നോക്കി നല്ല ഭംഗിയില്ല ഇത് കാണാൻ. വെള്ളമൊക്കെ നിറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം എന്ത് ചെയ്യുക, നല്ലൊന്ന് കഴുകിയെടുക്കുക. നമ്മൾ നല്ല ഫ്രഷ് ആയത് മാത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, കേടുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് ഈ കൊട്ടയൊക്കെ ഇട്ടാൽ വെള്ളമൊക്കെ നല്ല വാർന്ന് കിട്ടും. വേഗം വരും. നല്ല മൂപ്പായ നെല്ലിക്ക ആയതുകൊണ്ട് നെല്ലിക്കൻ്റെ നിറം കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് നെല്ലിക്ക കാണാൻ. നല്ല മൂപ്പായാലേ ഇങ്ങനത്തെ ഒരു നിറത്തിൽ വരുള്ളൂ. ഇത് കുറച്ചും കൂടി പച്ചപ്പായിരിക്കും. ഇത് പച്ചപ്പ് കുറച്ച് കുറഞ്ഞ് നമ്മളൊരു ഇളം പച്ച നിറത്തിലായി വരും. നമുക്ക് അടിപൊളി നെല്ലിക്ക. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത നെല്ലിക്കയിലെ വെള്ളമൊക്കെ ഏകദേശം വാർന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഉപ്പിലിടാം. അപ്പോൾ നമ്മൾ 2 ചില്ല് ഭരണിയിലായിട്ട് ഇടുന്നത്. ഇതുപോലെ നെല്ലിക്ക വാരിയെടുക്കുക, ഇതിലിടുക. സംഭവം സിമ്പിളാണ്. കുറച്ചുകൂടെ ഇട്ടിട്ട് നമ്മളിതാ ഇതിൽ മുളക് ഇടുന്നുണ്ടല്ലോ, നല്ല നല്ല കാന്താരി മുളക് കേട്ടോ, നല്ല ഒറിജിനൽ കാന്താരിയാണ്. അപ്പം അത് കുറച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്തായാലും നമ്മൾ വെള്ളം വയ്ക്കുന്ന സമയത്ത് കാന്താരി പൊന്തും, എന്നാലും ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേഗം എന്ത് ചെയ്യുക, ഇതുപോലെ വാരി നിറയ്ക്കുക. അപ്പോൾ നമ്മൾ 2 ഭരണി നിറച്ചിട്ടുണ്ട്. കുറച്ച് മുളക് കൂടെ ബാക്കിയുണ്ട് കേട്ടോ. കാന്താരി മുളക് ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഇടുന്നില്ല, അതുകൊണ്ടാണ് മുളക് ബാക്കി വന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ഇടല കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. ചിലപ്പോൾ നമ്മൾ കല്ലുപ്പ് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ച് ഒഴിക്കലുണ്ട്. ഇത് നമ്മൾ ഉപ്പ് ഡയറക്റ്റ് ഇടുകയാണ്. ചില വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചത് ഉപ്പുവെള്ളം നല്ല തിളപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി, ഉപ്പ് വേറെ ഇടണ്ട. ഇത്ര ഉപ്പ് മതി. ഈ ഉപ്പ് നമുക്ക് എന്ത് ചെയ്യുക, നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറവുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇടുന്നേ ഉള്ളൂ, ഇത് മതി. ഇനി വേഗം നമുക്കിതാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ്. വെള്ളം അങ്ങനെ അങ്ങോട്ട് താക്കി പോകുന്നുണ്ട്. വെള്ളം നിറഞ്ഞു വരുന്നത് കാണുന്നില്ലേ? അവിടെ നിൽക്കട്ടെ. ഇനി ഇതാ ഇതിന് ഏകദേശം കറക്റ്റ് ആട്ടോ നമ്മൾ എടുത്തത്. 2 കുപ്പിക്കും കറക്റ്റായിട്ട് നെല്ലിക്കേണ്ടതാണ്. വെള്ളം നിർത്തി. ഇനി നമ്മളിതാ സുറുക്ക എടുത്തിട്ടുണ്ട്. സുറുക്ക നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ സുറുക്ക മതി 2ലേക്കും. സുറുക്കയും കൂടെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുക. അവിടെ കേട്ടെ നിറഞ്ഞുണ്ട്. ഇതിലും കുറച്ചുകൂടെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. സുറുക്ക നമ്മൾ ആവശ്യത്തിന് മതിയല്ലോ. നല്ല പുളി ഉള്ളതുകൊണ്ട് അധികം സുറുക്ക വേണ്ട കേട്ടോ. നെല്ലിക്കൊക്കെ നല്ല പുളിയുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ടൈറ്റ് ആക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ കേട്ടെ. അപ്പോൾ നമ്മൾ അരിനെല്ലിക്ക ഉപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ അതുപോലെ പെട്ടെന്ന് ഇതായും കിട്ടുന്നതുകൊണ്ട് ഭരണി കാലിയാന്ന് വഴി അറിയില്ല.